ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നൊരു ഹോം ഡെക്കർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞാപ്പിയുടെ ഒരു മെഡിസിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ബോട്ടിലായതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാനിത് ഇയർലി നമ്മുടെ കയ്യിൽ 3 ബോട്ടിൽസ് ഇങ്ങനത്തെ വരാറുണ്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ വട്ടത്തിലുള്ള മിറേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മളൊരു ലവ് ഷേപ്പിലെ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഒരു ചില്ലും കുപ്പിയും കൂടിയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞാനിതിങ്ങനെ കളയാറില്ല. അപ്പോൾ അതിങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഷോ കേസിൽ വെക്കാനും ഹോം ഡെക്കറൊക്കെ ആയിട്ട് വെക്കാനായിട്ട് അടിപൊളിയാണ് ഐറ്റം. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുമാണ്. നമ്മൾ ഒത്തിരി ക്യാഷിൻ്റെ പെയിൻ്റ് ഒന്നുമല്ല എടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് ഒത്തിരി ഒന്നും ആവാത്ത പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ മിറേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ വരച്ചെടുത്താലും ഭംഗിയാണ്. പക്ഷേ ഈ ഒരു കുപ്പിയിൽ എന്നിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ എടുത്തത്. അപ്പോൾ ഞാനവിടെ എന്താ പറയുക, നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചില സാധനങ്ങളും കൂടി പൊന്തി വരുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് എപ്പോഴും എൻ്റെ കൈ ഇപ്പോൾ പൊള്ളുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എടുക്കുന്ന ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചൊക്കെ അത് കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കൈ എപ്പോഴും ഇപ്പോൾ പൊള്ളാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുഞ്ഞാപ്പിയും ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വരച്ചെടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സപ്പോർട്ടേഴ്സ് കുറവാണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്രീൻ കളർ പെയിൻറ്റ് കൂടി എടുത്തിട്ട്, നമുക്ക് പൂക്കൾ മാത്രം പോരല്ലോ, കുറച്ച് ഇലകളും വേണമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഇലകളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി വർക്കാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോസ് എടുത്ത് വെച്ചിട്ട്, അപ്പോൾ നമുക്ക് അമ്മമ്മയുടെ മരിപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോസിൻ്റെ കാര്യം മറന്നു പോയായിരുന്നു. എടുത്തു വെച്ചിട്ട് 1 മാസത്തിനകം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നമുക്ക് ഇന്ന് തന്നെ അത് ഇട്ടേക്കാമെന്ന് ഓർത്ത് അതങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ നമ്മൾക്കിത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ബോട്ടിൽസ്, ഇപ്പോൾ കുട്ടി ബോട്ടിൽസ് ആണെങ്കിൽ അതിൽ വരച്ചെടുത്താലും നല്ല ഭംഗിയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ആപ്പിളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിനൊരു സെക്യൂർ എടുത്തിട്ടൊരു കവർ കിട്ടുമല്ലോ, ആ കവറാണ്. അപ്പോൾ ഞാനിത് വരച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒരു സെറ്റിങ്സ് കൂടി വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ഇതെടുത്തിട്ട് ഞാൻ വട്ടത്തിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലോട്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്ത് നിന്നപ്പോഴാണ് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്കതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാമെന്ന് തോന്നിയത്. അപ്പോൾ ഞാനതിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഗ്ലൂ ഗണ്ണിന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. നമുക്ക് ഫെവിക്വിക്ക് എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫെവിക്കോൾ എടുത്താലും നല്ലതായിരിക്കും. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്ലൂ ഗണ്ണാണ് എപ്പോഴും ഉണ്ടാവുക, അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈ എപ്പോഴും പൊള്ളാറുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുകാർ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാന്ന് പറയുക. അതിൻ്റെ മേളിലായിട്ട് ഞാനൊരു മിഠായി കടലാസ് കൂടെ ഒടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി വർക്ക്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും പറയാം, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കൂട്ടുകാരുടെ മുന്നിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതൊക്കെ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.